അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഉണ്ടക്കണ്ണനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി. സാധാരണ മുട്ട പുഴുങ്ങിയല്ലേ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അല്ലാതൊരു മുട്ടക്കറി ഉണ്ടാക്കാം. നല്ല രുചികരമായൊരു മുട്ടക്കറി. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് സവാള, പച്ചമുളക്, ഒരു തക്കാളി, 3 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. എല്ലാം കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലതുപോലെ അരിഞ്ഞ് എടുക്കാം. അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമായ നല്ല ഒരു മുട്ടക്കറിയാണിത്. ഇതുണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും ഈ മുട്ടക്കറി ഉണ്ടാക്കി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. അങ്ങനെ കുക്കറൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുന്ന കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി, സവാള അരിഞ്ഞു വച്ചിരിക്കുന്നതും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള മുഴുവനും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായ ഒരു മുട്ടക്കറിയാണിത്. സാധാരണ പുഴുങ്ങിയും നമ്മൾ പൊരിച്ചും ഓംപ്ലേറ്റൊക്കെ ചെയ്തിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയൊന്നും ഇല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു മുട്ടക്കറിയാണ്. അങ്ങനെ ഉള്ളി നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കിനി കുറച്ച് നേരം കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഒരു വിസിൽ വെക്കുമ്പോഴത്തേക്ക് ഉള്ളി ഒരുവിധം ഒന്ന് വഴണ്ടി വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ കേട്ടാൽ മതി. കൂടുതൽ നേരം വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായ മസാലയെല്ലാം എടുത്ത് വെക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഇനി പെരുംജീരകം 1/2 സ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉള്ളിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി ഉള്ളി വേവട്ടെ. നല്ലതുപോലെ വഴണ്ട് വരണം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി, 1 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അത് ഉള്ളിയുടെ കൂടെ നല്ലതുപോലെ വെന്തൊന്ന് ചേരട്ടെ. കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ചപ്പാത്തിയോ ദോശയോ അപ്പമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊരു കറിയില്ലെന്ന് തോന്നുന്നു, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച്, തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് നമുക്ക് പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടിയെല്ലാം ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിനാവശ്യമായ വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കറിക്ക് എപ്പോഴും നമ്മൾ ചൂടായിരിക്കുമ്പോൾ അതിലോട്ട് ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ കറിക്ക് രുചി വരത്തുള്ളൂ. അതിനാവശ്യമായ മുങ്ങിക്കിടത്തക്ക രീതിയിൽ നല്ല കറിയായിട്ട് വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ആ വെള്ളത്തിൽ കിടന്നൊന്ന് നല്ലതുപോലെ മസാല പിടിച്ചൊന്ന് വേകാൻ വേണ്ടി അടച്ച് ഒരു 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും അത് റെഡിയാവും. അങ്ങനെ ഇനി നമ്മൾ കുക്കർ തുറക്കുകയാണ്. കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും മസാലയും എല്ലാം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. അപ്പം തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളയ്ക്കണം. അപ്പോഴും നമ്മൾ മുട്ട പൊട്ടിച്ച് പതുക്കെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം. അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തവിയിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. ആ മുട്ട നല്ല തിളപ്പിൽ ആ ചൂടിൽ കിടന്ന് നല്ലതുപോലെ അതൊന്ന് വേകണം. അങ്ങനെ എല്ലാ മുട്ടയും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം, അതൊന്ന് വേവട്ടെ. അത് നല്ലതുപോലെ തിളച്ച് മുട്ടയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല മണവും രുചിയുമുള്ള നല്ലൊരു മുട്ടക്കറി റെഡി. കുട്ടികളും മുതിർന്നവരും എല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കറിയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ അവസാനം ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി നല്ല മണമായിരിക്കും. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി രുചികരമായ ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടക്കണ്ണം പോട്ടെ. ബായ്.